ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, അല്ലെങ്കിൽ നോർമൽ സ്കിൻ കെയർ ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ റൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്ലെൻസർ മറ്റൊന്നുമല്ല, നമ്മുടെ സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ് കേട്ടോ. ഇത് വളരെ ജെൻറ്റിൽ ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ്. ഇത് ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന്, അതായത് സെൻസിറ്റീവ് ആയിക്കോട്ടെ, ഡ്രൈ ആയിക്കോട്ടെ, നോർമൽ ആയിക്കോട്ടെ, അതായത് ഇവർ പറയുന്നത് നോർമൽ ടു ഡ്രൈ സ്കിൻ എന്നാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഈ ഒരു ക്ലെൻസറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, നോർമലി നമുക്കറിയാം സെറ്റാഫിലിൻ്റെ എല്ലാ പ്രൊഡക്ട്സിലും അടങ്ങിയിട്ടുള്ള 3 കീ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഡ്രൈ സ്കിന്നുകാരുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പോൾ അവരുടെ സ്കിന്നിന് മറ്റുള്ള സ്കിൻ ടൈപ്പുമായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പം ഡ്രൈ ആകുന്നത് കൊണ്ട് തന്നെ ഹൈഡ്രേഷൻ ഒട്ടും തന്നെ നിലനിൽക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ട ഒരു കാര്യമാണ് ഹൈഡ്രേഷൻ. എല്ലാ സ്കിൻ ടൈപ്പിനും വേണ്ടതാണ് കേട്ടോ ഹൈഡ്രേഷൻ, ഡ്രൈ സ്കിന്നുകാർക്ക് മാത്രമല്ല. ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഹൈഡ്രേഷൻ കിട്ടാൻ കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ഗ്ലിസറിനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷൻ മാത്രമല്ല, പ്രോ വൈറ്റമിൻ B5 ഉണ്ട്, B3 ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നിയാസിനമൈഡ് ഒക്കെ എന്ന് പറയുന്നത് ആ പോഴ്സ് ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈഡ്രേഷൻ ബൂസ്റ്റ് ചെയ്യാനും ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു ടോണൊക്കെ ഒന്ന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഹൈഡ്രേഷൻ തന്നെയാണ്. ആ ഒരു ഹൈഡ്രേഷൻ ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്താൽ കിട്ടുന്നതാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് സൂത്തൻ ചെയ്യുന്നുണ്ട്. ആ ഒരു മോയ്സ്ചറൊക്കെ നന്നായിട്ടൊന്ന് റിപ്ലനിഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് ഈ സെറ്റപ്പിലെ ജെൻറ്റൽ ക്ലെൻസർ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാര്യം എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഹെൽപ്സ് ടു പ്രിസർവ് സ്കിൻ മോയ്സ്ചർ ബാരിയർ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് സൂത്തൻ ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ ലെവലൊക്കെ, അതായത് ആ ഒരു വാട്ടർ റീറ്റൻഷൻ എന്ന് പറയുന്ന കാര്യം നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, നോർമൽ ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓയിലി സ്കിന്നുകാർക്ക് വേറെ സെറ്റപ്പിലുണ്ട്, അതായത് എസ്പെഷ്യലി ഫോർ ഓയിലി സ്കിൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് യാതൊരുവിധ ഇച്ചിങ് ഇറിറ്റേഷൻസ്, അല്ലെങ്കിൽ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പിമ്പിൾസ് അല്ലെങ്കിൽ ആക്നേസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ടെന്ന്, എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്ക്. പക്ഷേ എനിക്ക് ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ. ഞാനിത് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ കണ്ടാൽ തന്നെ അറിയാം ഏകദേശം എത്രത്തോളം ഉള്ളൂ ക്ലെൻസർ. ഞാനിത് എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പിമ്പിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് റിസൾട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഈ ഒരു റിവ്യൂ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലെൻസർ വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ കൊടുത്തേക്കാം. നമുക്കിപ്പം നൈക്കയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതോടൊപ്പം തന്നെ പർപ്പിളിലൊക്കെ കുറേ ഓഫേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യൂ പ്രൊഡക്റ്റിൽ ചെന്നിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഓഫറിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും, അല്ലാണ്ട് നമ്മൾ വാങ്ങുന്നതിനേക്കാളും. ഇനി നമുക്ക് നമ്മുടെ സെറ്റാഫിൽ ജെൻറ്റിൽ ക്ലെൻസറിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫേസും അതോടൊപ്പം തന്നെ കൈയും നല്ല രീതിക്ക് ഒന്ന് വെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതായത് കൈ നല്ല രീതിക്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. ഫേസ് കുറച്ചൊന്ന് നനവ് വേണം കേട്ടോ. അതിനുശേഷം നമ്മുടെ ക്ലെൻസർ നീഡഡ് ക്വാണ്ടിറ്റി എടുക്കുക. എന്നിട്ട് ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്തിട്ട് സർക്കുലർ മോഷനിൽ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 1 മിനിറ്റൊക്കെ, അതായത് ഒരു 60 സെക്കൻഡൊക്കെ ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മൾ വാട്ടറിൽ വാഷ് ചെയ്യുക. വാട്ടറിൽ വാഷ് ചെയ്യുമ്പം ഷുഡ് നോട്ട് ബി ടു ഹോട്ട് വാട്ടർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതോടൊപ്പം തന്നെ സ്ക്രബ് ചെയ്യാനോ, അതോടൊപ്പം നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡു നോട്ട് സ്ക്രബ് ഓർ തക്ക്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. വളരെ ജെൻറ്റിലായിട്ട് വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വാഷ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. ആ ഡേർട്ടും ഇമ്പ്യൂരിറ്റീസൊക്കെ നന്നായിട്ട് റിമൂവായി കിട്ടുന്നതായിട്ട് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫെദർ ലൈക്ക് ഒരു ടെക്സ്ചർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്നുള്ള ഒട്ടും പേടി വേണ്ട. കാരണം ഇത് നമ്മുടെ ആ ഒരു ഹൈഡ്രേഷൻ ലെവലൊക്കെ നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്യാനും വാട്ടർ റീറ്റൻഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ നന്നായിട്ടൊന്ന് സൂത്തനും കൂടെ ചെയ്യും. സെറ്റപ്പിൻ്റെ ഈ ഒരു ജെൻറ്റിൽ ക്ലെൻസറൊക്കെ ജെൻറ്റിലാണ്. പക്ഷേ ഡിഫൻസ് അഗനിസ്റ്റ് എന്തൊക്കെയാണ് ആ ഒരു 5 ബെനഫിറ്റ്സ് എന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രൈനെസ്, പിന്നെ റഫ്നെസ്, പിന്നെ ടൈറ്റ്നെസ്, പിന്നെ ഇറിറ്റേഷൻസ്, ഇതിനൊക്കെ അഗനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും കേട്ടോ. അതോടൊപ്പം തന്നെ ഇനി അടുത്തതായിട്ട് വീക്കെൻഡ് ആയിട്ടുള്ള സ്കിൻ ബാരിയർ. അപ്പോൾ ഇത്രയാണ് 5 സയൻസിന് എഗനിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫൻഡ് എഗനിസ്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ. ഇനി അതോടൊപ്പം തന്നെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിലി സ്കിന്നുകാരെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്താലും പ്രശ്നമില്ല കേട്ടോ, നിങ്ങൾക്കും യൂസ് ചെയ്യാം. ഇനി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഒരു പേടി ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് ഒക്കെ ചെയ്യുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട. ബിക്കോസ് ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഫോർ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് കൂടെ. അതായത് ഇതിൽ ഫ്രാഗ്രൻസ് ഇല്ല, പാരബൻസ് ഇല്ല, സൾഫേറ്റ്സ് ഇല്ല,
അതോടൊപ്പം തന്നെ നോൺ കോമഡോജനിക് ആണ്. നമ്മുടെ സ്കിൻ യാതൊരു വിധ തരത്തിലും ഇറിറ്റേറ്റഡ് ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോപ്പ് ഫ്രീ ആണ്, പിന്നെ ഓയിൽ ഫ്രീ ആണ്. അപ്പോൾ ശരിക്കും നമ്മുടെ സ്കിന്നിന് ഒരു വിധത്തിലുള്ള ഡിഫക്റ്റ് ഉണ്ടാക്കാണ്ട് നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനും ആ ഒരു നാച്ചുറൽ ഗ്ലോ, അതായത് നിയാസിനാമൈഡ്, വൈറ്റമിൻ പ്രോ, B5 ഒക്കെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് അതൊക്കെ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഇലാസ്റ്റിസിറ്റി ഒക്കെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യും. ഇലാസ്റ്റിസിറ്റി ഒക്കെ ലോസ് ആകുമ്പോഴാണ് നമ്മുടെ സ്കിൻ സാഗി, അതായത് തൂങ്ങിക്കിടക്കുന്ന ഫീലിംഗ്, അതായത് പ്രീമച്യൂർ ഏജിങ് ഒക്കെ ഒക്കർ ചെയ്തത്. അങ്ങനെയുള്ള പ്രീമച്യൂർ ഏജിങ് പോലുള്ള നമ്മളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ക്ലെൻസർ. അപ്പോൾ ഇതിൻ്റെ വലിയ പാക്കും ഒക്കെ അവൈലബിൾ ആണ്. അത് പ്രൈസിൻ്റെ ആ ഒരു ഡിഫറൻസ് വരുന്നത് ക്വാണ്ടിറ്റിയിൽ ആ ഒരു ഡിഫറൻസ് വരുമ്പോഴാണ്, ML വൈസിലാണ് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതൊരു ചെറിയൊരു പാക്കാണ് കേട്ടോ. ഇത് കൂടിപ്പോയാലൊരു 25 ml ഉള്ളൂ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെത് അറൗണ്ട് ഒരു 100 സംതിങ് റുപ്പീസ് ഒക്കെയാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് സാമ്പിളായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി സ്മിറ്റിൽ നിന്നാണ്. നമുക്കിപ്പം അല്ലാണ്ട് നമ്മുടെ പർപ്പിളിലൊക്കെ എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ സാമ്പിൾ പാക്ക് അവൈലബിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ബിഗ് പാക്ക് വാങ്ങിച്ച് നോക്കണ്ട എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇതേപോലത്തെ ചെറിയ ട്രയൽ വേർഷൻ വാങ്ങിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു 1 വീക്ക് നമുക്ക് പറ്റും തോന്നുന്നു, ട്രയൽ ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ക്ലെൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ 2 ടൈംസ് അല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ, പിന്നെ ഓവറായിട്ട് എടുക്കുന്നുമില്ലല്ലോ. കുറച്ച് നമ്മൾ എടുത്തിട്ട് വാട്ടറുമായിട്ട് മിക്സപ്പ് ചെയ്തിട്ടല്ലേ ക്ലെൻസർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ പാക്ക് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ വലുത് വാങ്ങിച്ചാൽ മതി. പിന്നെ നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് വെറ്റാക്കണം. അതൊക്കെ നോർമലി നമ്മൾ പറയുന്നതാണ്. അതോടൊപ്പം തന്നെ AM ആൻഡ് PM റുട്ടീൻ, അതായത് ഡെയിലി നമ്മൾ 2 ways, അതായത് മോർണിംഗും അതോടൊപ്പം തന്നെ നൈറ്റും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് വന്നു, എൻ്റെ സ്കിന്നിന് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഹൈഡ്രേഷൻ ഇല്ല, എൻ്റെ സ്കിന്ന് സ്റ്റിൽ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്, കുറേ ഡാമേജസ് ഉണ്ടെന്നൊക്കെ. നമ്മൾ ജസ്റ്റ് ഒരു ക്ലെൻസർ യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ സ്കിന്നിൽ ചേഞ്ചസ് ഒക്കെ ചെയ്യില്ല. നമ്മൾ അതിനായിട്ട് പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീനും കൂടെ ഫോളോ ചെയ്യണം. ക്ലെൻസർ കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് അടുത്തായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സെറം ആണെങ്കിൽ സെറം, ടോണർ, അങ്ങനെയൊക്കെ സ്റ്റെപ്പ് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇതൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്നിന് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഗ്ലോയും അതോടൊപ്പം തന്നെ ഹെൽത്തും നമ്മുടെ ആ ഒരു ഡാമേജസ് ഒക്കെ നമുക്ക് കുറയ്ക്കാനൊക്കെ പറ്റുള്ളൂ. നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ക്ലെൻസർ മാത്രം യൂസ് ചെയ്താൽ നമുക്ക് നമ്മൾ വിചാരിച്ച പോലത്തെ റിസൾട്ട് നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്ലെൻസറിനെ മാത്രം നമ്മൾ പഴി പറയേണ്ട ആവശ്യമില്ല. സ്കിൻ കെയർ റുട്ടീനും കൂടെ നിങ്ങൾ നല്ല രീതിക്ക് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ സെറ്റഫിൻ്റെ ഈ ഒരു ജെന്റിൽ ക്ലെൻസറിനെ കുറിച്ചിട്ടുള്ള നോൺ ഫോമിങ് അതോടൊപ്പം തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഈ ഒരു ക്ലെൻസറിനെ കുറിച്ചിട്ടുള്ള അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റാ.